നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന് കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കിഫ്ബി ധനസഹായം വലിയ പങ്ക് വഹിച്ചുവെന്നും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സ്കൂളുകൾ ഹൈടെക് ആകുന്നു. നവീകരിച്ച ക്ലാസ് റൂമുകളും അടിസ്ഥാന സൗകര്യങ്ങളും കിഫ്ബിയിലൂടെ. പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യ വികസനത്തിനും ആധുനികവൽക്കരണത്തിനും സാങ്കേതിക വിദ്യ സൗഹൃദമാക്കാനും കിഫ്ബി ഫണ്ട് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കുന്ന പദ്ധതി ഉൾപ്പെടുത്തി ഭൗതിക സൗകര്യ വികസനത്തിനായി 5 കോടി കിഫ്ബി പദ്ധതിയിൽ 141 സ്കൂളുകളും 3 കോടി കിഫ്ബി പദ്ധതിയിൽ 386 സ്കൂളുകളും 1 കോടി കിഫ്ബി പദ്ധതിയിൽ 446 സ്കൂളുകൾക്കും കിഫ്ബി ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2565 കോടി രൂപയുടെ ഭരണാനുമതി കിഫ്ബി മുഖേന ഭൗതിക സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. 5 കോടി കിഫ്ബി പദ്ധതിയിൽ 141 സ്കൂളുകളിൽ 139 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 കോടി കിഫ്ബി പദ്ധതിയിൽ 386 സ്കൂളുകളിൽ 182 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. 1 കോടി കിഫ്ബി പദ്ധതിയിൽ 446 സ്കൂളുകളിൽ 198 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. ആകെ അനുവദിച്ച 973 സ്കൂളുകളിൽ 519 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 454 സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. ഹൈടെക് സ്കൂൾ, ഹൈടെക് ലാബ് പദ്ധതികൾ പ്രകാരം ലാപ്ടോപ്പ്, മൾട്ടിമീഡിയ പ്രൊജക്ടർ, USB സ്പീക്കർ, മൗണ്ടിംഗ് കിറ്റ്, സ്ക്രീൻ, ടെലിവിഷൻ, പ്രിന്റർ, ക്യാമറ എന്നിവ കിഫ്ബി മുഖേന വിവിധ സ്കൂളുകൾക്ക് വിതരണം ചെയ്തു. ഫിഷറീസ് വകുപ്പിലൂടെയും മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന 57 സ്കൂളുകൾക്ക് 66 കോടി രൂപ ഭൗതിക സൗകര്യ വികസനത്തിനായി കിഫ്ബി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രസ്തുത സ്കൂളുകളുടെ നിർമ്മാണം തീരദേശ വികസന കോർപ്പറേഷൻ വഴി നടന്നുവരുന്നു. ഇതിൽ 47 സ്കൂളുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. സ്പോർട്സ് വകുപ്പിലെ 5 സ്കൂൾ കളിസ്ഥലങ്ങളെ വിപുലീകരിക്കുന്നതിനായി 76.38 കോടി രൂപയുടെ പദ്ധതികൾക്ക് കിഫ്ബി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കി പ്രൈമറി സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കി ഇതുവഴി ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന്റെ ഭാഗമായി നിർഭയമായി ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ പ്രാപ്യമാക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്ന സംസ്ഥാനത്തിന്റെ പൊതുനിലപാട് ഉയർത്തിപ്പിടിക്കുവാൻ ഇതുവഴി സാധിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കൈറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹൈടെക് സ്കൂൾ, ഹൈടെക് ലാബ് പദ്ധതികളിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടം കൈവരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1 മുതൽ 12 വരെ ക്ലാസുകളുള്ള 16,027 സ്കൂൾ വിഭാഗങ്ങളിൽ 3,74,274 ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും 4,752 സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുകയും 11,275 പ്രൈമറി വിഭാഗം സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കുന്നതിന് കൈറ്റ് 682.06 കോടി രൂപ കിഫ്ബി മുഖേന ചെലവഴിച്ചിട്ടുണ്ട്. സമഗ്ര പ്ലസ് സമ്പൂർണ്ണ സഹിതം പോർട്ടലുകൾക്ക് പുറമെ ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിക്കും ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ്.